അപ്പോൾ ഇന്നൊരു സ്കിൻ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഓയിൽ മസാജിങ് തുടങ്ങാം. അപ്പോൾ ഓയിൽ മസാജിൽ ഞാൻ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിലാട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻറ്റാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്താണ് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമുക്ക് ഓയിൽ മസാജ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജോ ലൈൻ, അതുപോലെ നമ്മുടെ നോസ്, നമ്മുടെ ഐസിന് ചുറ്റുഭാഗം എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചീക്കിൻ്റെ ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ കഴുത്ത്, ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചുറ്റും നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിംഗ് ഫിംഗർ, അതായത് മൂന്നാമത്തെ വിരലുണ്ടല്ലോ, അത് വെച്ചിട്ട് മസാജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പ്രഷർ നമ്മൾ ആ ഭാഗത്ത് കൊടുക്കണ്ട, നമ്മുടെ ഐസിൻ്റെ ഭാഗത്ത്. പിന്നെ നമ്മുടെ ആ ഒരു താടിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഡബിൾ ചിന്നൊക്കെ ഉള്ള, അതായത് നമുക്ക് ഈ രണ്ട് താടി വരുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ ചീക്ക് ബോണില്ലേ, ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫേസിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇതിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു 1 മന്ത് ഓളം ചെയ്ത് നോക്കി കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയണം കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മൂന്നാമത്തെ ഫിംഗർ വെച്ചിട്ടാണ് നമ്മുടെ ഐബോൾസിൻ്റെ അവിടെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്, കണ്ണിന് ചുറ്റും. അപ്പോൾ അതാ ഇതേപോലെയാണ് മൂന്നാമത്തെ വിരൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോസിൻ്റെ ഭാഗത്തും, നമ്മുടെ മൂക്കുണ്ടല്ലോ, മൂക്കിൻ്റെ ഭാഗം, പിന്നെ നമ്മുടെ നെറ്റിയുടെ ഭാഗം, അവിടെയൊക്കെ നമ്മൾ നല്ലതുപോലെ ഇതുപോലെ നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ മൂക്കിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ ഈ 2 വിരൽ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 5 ടൈംസ് അല്ലെങ്കിൽ ഒരു 10 ടൈംസ് ഒക്കെ ഇത് ചെയ്യുന്ന ഒരു പിന്നെ നമ്മുടെ ജോ ഏരിയയുടെ അവിടെ, താടിയുടെ അവിടെയൊക്കെ നമുക്ക് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം ഫിംഗർ വെച്ചിട്ട് ഇതേപോലെ. പിന്നെ നെക്കിൻ്റെ പോർഷനിലും ഒക്കെ നമ്മൾ നല്ലപോലെ ഫിംഗർ വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നോസിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ ഫേസിൽ എവിടെയൊക്കെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ മാക്സിമം നമ്മൾ മസാജ് ചെയ്ത് വിടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് നമുക്ക് ചെറിയൊരു സ്ക്രബ് അല്ലെങ്കിൽ ചെറിയൊരു ഫേസ് പാക്ക് പോലൊരു സംഭവം റെഡിയാക്കി എടുക്കാം. അതൊന്നുമില്ല, കോഫി പൗഡറും പിന്നെ അതുപോലെ തന്നെ പാലും പിന്നെ കുറച്ച് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് തക്കാളി നീര് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, തക്കാളിക്കയുടെ നീര്. അപ്പോൾ അത് എനിക്കധികം പറ്റത്തില്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കധികം അങ്ങോട്ട് അത് പറ്റാത്ത പോലെ, എന്തോ ചൊറിയുന്ന പോലെയോ എന്തോ നീറുന്ന പോലെയോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പകരം പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ അത് ഉപയോഗിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് മൂന്നൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ എന്ത് ചെയ്യാം, നമുക്കിതുപോലെ അത് അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം എല്ലാ ഭാഗത്തും എന്ത് നമ്മൾ ഫേസിലിട്ടാലും അത് നമ്മുടെ നെക്കിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ചുണ്ടിലും ഇതെന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ചുണ്ടിലും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ്, എത്ര സമയം വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സമയം വേണമെന്നില്ല, ഒരു 15 മിനിറ്റെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്കൊരു ഹെയർ ഓയിലിംഗ് കൂടെ ചെയ്യാം. ഹെയർ ഓയിലിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചീർപ്പ് ഉപയോഗിച്ച് ജടയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ എണ്ണയൊക്കെ തേക്കാനായിട്ട്. കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും അത് ചെയ്യണം. അപ്പോൾ എനിക്ക് കുറച്ച് ലോങ് ഹെയർ ഉണ്ടായിരുന്നു, ഞാനത് കുറച്ച് വെട്ടിയതാണ്, ഷോർട്ടാക്കിയതാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹെയർ ഓയിൽ ഏതാണെന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടിപ്പം ഒരാഴ്ചയോളം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ജെന്യുവിനായിട്ട് റിസൾട്ട് അതിനകത്ത് ഇപ്പോൾ പറയാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഓയിൽ ഏതാണ് എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. അത് ഞാൻ പറയും ഒരു 1 മന്തൊക്കെ ആവുന്ന സമയത്ത്. ഞാൻ എന്തായാലും എനിക്ക് നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനതിൻ്റെ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ആദ്യം തന്നെ നമ്മുടെ ഹെഡൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം, തലയൊന്ന് സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഓയിൽ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും പിന്നെ കുറച്ച് ഹെയറിലും ആയിട്ട് ഒരുപാട് തേക്കണം എന്നില്ല. നമ്മൾ ഓയിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓയിൽ എടുത്തിട്ട് ഇഷ്ടംപോലെ കമഴ്ത്തുക എന്നുള്ളതല്ല. നമ്മുടെ സ്കാൽപ്പിനും ഹെയറിനും ആവശ്യമായിട്ടുള്ള എത്രയാണോ അത്രയും മാത്രം എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരുപാട് എടുത്ത് തേച്ചാൽ ഒരുപാട് മുടിയങ്ങ് വളയും, അങ്ങനെയല്ല. എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും മാത്രം ഉപയോഗിക്കുക. ഒരുപാട് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഒരുപാട് ഓയിൽ നമ്മുടെ തലയിൽ ഇരിക്കുന്നത് നല്ലതല്ല, ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട് അതിനകത്ത്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഹെയറിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്കത് ടൈ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ അത് മസാജ് ചെയ്യുന്നതൊന്നും ഇവിടെ കാണിക്കുന്നില്ല, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഈ ഒരു ഓയിലിൻ്റെ തന്നെ റിവ്യൂ ഇടുന്ന സമയത്ത് ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ.
പിന്നെ നമ്മൾ നന്നായിട്ട് ടൈ ചെയ്ത് വെക്കുക. അതിനുശേഷം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ 15 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേസിൽ നമ്മൾ തേച്ചിരിക്കുന്ന പാക്ക് ഉണ്ടല്ലോ, അത് നമ്മളൊരു സ്ക്രബും കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നല്ലോണം അതൊന്ന് വെള്ളം തേച്ചിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രബ് ചെയ്ത് നമ്മളതിനെ ഒന്ന് മുഖത്തുനിന്ന് മൊത്തത്തിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലുള്ളത്. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഫസ്റ്റിലുള്ളതിലും പിന്നെ ഇപ്പം നമ്മളിത് സ്ക്രബൊക്കെ ചെയ്ത് കളയുന്ന സമയത്താണ് നമുക്ക് അപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രത്യേക ഒരു ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീക്ക്ലി വൺസ് എങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ പഞ്ചസാര ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് നമ്മൾ പ്രസ് ചെയ്ത് അത് സ്ക്രബ് ചെയ്യരുത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ചെറിയ ഒരസലൊക്കെ വരും, മുഖത്തിൻ്റെ സ്കിന്നിൽ കുറച്ച് ഒരസലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ജെൻറ്റിലായിട്ട് അത് സ്ക്രബ് ചെയ്ത് കളയാൻ നോക്കുക. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലവ് യു ഓൾ. ബൈ.